മറ്റു വാർത്തകളിലേക്ക്. എറണാകുളത്ത് 12 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ. എളമക്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺസുഹൃത്തിന്റെ പ്രകോപനത്തിന് കാരണം. കുട്ടിയുടെ തല ചുവരിലിടിപ്പിച്ചു. ശരീരത്തിൽ നിറയെ മുറിപ്പാടുകളുമുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നവമി, എന്താണ് സംഭവിച്ചത്? അശ്വതി, 12-ാം തീയതിയായിരുന്നു ഈ സംഭവം നടന്നത്. എളംകുളത്ത് ഒരു ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്നു ഈ അമ്മയും മകനും. അമ്മയുടെ ആൺ സുഹൃത്ത് കുറച്ചു നാളുകളായി ഇവർക്കൊപ്പം താമസിച്ചിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന ദിവസം കുട്ടി അമ്മയോടൊപ്പം കിടന്നത് ഈ ആൺ സുഹൃത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ വന്ന് കുട്ടിയോട് മാറിക്കിടക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ തൻ്റെ അമ്മയുടെ അടുത്ത് ഇനി കിടക്കരുതെന്ന് കുട്ടി ഇയാളോട് നിർദ്ദേശിച്ചു. ഇത് ഇഷ്ടപ്പെടാതെയാണ് കുട്ടിയെ കട്ടിലിൽ നിന്നും വലിച്ചെടുത്ത ശേഷം ഗുരുതരമായി മർദ്ദിക്കുകയും ഭിത്തിയിൽ ചേർത്ത് വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ തടുക്കാൻ പോയില്ല എന്നാണ് കുട്ടി പിന്നീട് പോലീസിന് മൊഴി നൽകിയത്. തന്നെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും അമ്മ ഇതിൽ ഇടപെട്ടില്ല. കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോഴും അമ്മയും തന്നെ മുതുകത്ത് മാന്തുകയും ചെയ്തു. അതിൻ്റെ മാന്തിയതിൻ്റെ, അതായത് നഖം കൊണ്ട് കുട്ടിയെ മാന്തിയതിൻ്റെ പാടുകളും കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ഇതിൽ കേസിൽ 1-ാം പ്രതി അമ്മയാണ്. കാരണം കുട്ടിക്ക് സംരക്ഷണം കൊടുക്കേണ്ട അമ്മയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ക്രൂരപീഡനം കുട്ടിക്ക് ഏറ്റു എന്നുള്ളത് കൊണ്ട് 1-ാം പ്രതി അമ്മയാണ്. 2-ാം പ്രതി അമ്മയുടെ ആൺ സുഹൃത്തുമാണ്. എന്നാലും പിന്നീട് കുട്ടിയുടെ അമ്മയും അച്ഛനും വർഷങ്ങളായി വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരി കുട്ടിയെ കാണുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് തനിക്ക് മർദ്ദനമേറ്റ വിവരം കുട്ടി അച്ഛൻ്റെ സഹോദരിയോട് പറയുന്നത്. ഉടനെ തന്നെ അച്ഛൻ്റെ സഹോദരി അച്ഛനെ വിവരം അറിയിക്കുകയും അച്ഛൻ സ്കൂളിലെത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആശുപത്രിയിൽ നിന്ന് തന്നെ ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എളംകുളം പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി കുട്ടിയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് ഇരുവരെയും പ്രതിയാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അശ്വതി. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.